1995-ലാണ് ഭദ്രന്റെ സംവിധാനത്തിൽ മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നായ സ്ഫടികം റിലീസ് ആകുന്നത്. മോഹൻലാലിനോടൊപ്പം തിലകനും ഉർവശിയും സ്ഫടികം ജോർജും രാജൻ പീലവുമൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അന്നത്തെ കാലത്ത് 75 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടുകയും ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു. ചിത്രം വീണ്ടും 2023 റീമാസ്റ്റർഡ് വേർഷനിൽ റിലീസ് ചെയ്തപ്പോഴും പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത്. 1995 SV കൃഷ്ണറെഡ്ഡി ഈ സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു. മോഹൻലാലിന്റെ വേഷം തെലുങ്കിൽ അവതരിപ്പിച്ചത് നാഗാർജുന ആയിരുന്നു. റോജ, ഇന്ദ്രജ തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തു. എന്നാൽ മലയാളത്തിൽ ആടുതോമ ഉണ്ടാക്കിയ രീതിയിലുള്ള വിജയം ഒന്നും തെലുങ്കിൽ നാഗാർജുനയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറുകയായിരുന്നു. 2007 സ്ഫടികം തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. ബദ്രിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വേഷം തമിഴിൽ സുന്ദർ സി ആയിരുന്നു കൈകാര്യം ചെയ്തത്. ഉർവശിയുടെ വേഷം ഗോപികയും ചെയ്തു. ചാക്കോ മാഷിന്റെ വേഷം പ്രകാശ് രാജാണ് അവതരിപ്പിച്ചത്. വിവേകവും സന്താനവും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പക്ഷേ തമിഴിലും പ്രേക്ഷകരിൽ നിന്ന് വളരെ മോശം അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ തമിഴിലും പരാജയപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2010-ലാണ് ചിത്രം കന്നഡയിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവിടെ സുദീപ് ആയിരുന്നു അവതരിപ്പിച്ചത്. പക്ഷേ കന്നഡയിലും രക്ഷയില്ല. സ്ഫടികമുണ്ടാക്കിയ പോലുള്ള വിജയം മറ്റൊരു ഭാഷയിലും നേടാൻ സാധിച്ചില്ല. കന്നഡയിലും ചിത്രം പരാജയപ്പെട്ടു. മോഹൻലാൽ എന്ന നടൻ അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളെയും മറ്റൊരു നടനും പകർന്നാടാൻ കഴിയുകയില്ല. കാരണം അത്രയധികം സൂക്ഷ്മതയോടെയാണ് ഓരോ കഥാപാത്രങ്ങളെയും ലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ മോഹൻലാലിന് തുല്യം മോഹൻലാൽ മാത്രം.